നന്ദുചേട്ടാ അപ്പൊ എന്റെ അവസ്ഥ ആലോചിക്കുന്നത് ഇങ്ങനെ രാവിലെ നടക്കാൻ പോകുമ്പോ ഇങ്ങനെ മയിലായിരിക്കും മാറി നിൽക്കും മയിലേ അല്ല ഫുഡൊക്കെ അടിപൊളിയാ പക്ഷെ അതിന്റെ പേരാണോ രണ്ടെണ്ണം പറഞ്ഞത് ഉരുളിയില് പൊറുന്നത് ഉരുളിയില് പിറന്നതോ ഉരുളിയില് പൊറുന്നത് പിന്നെ എന്റെ ഫേവറേറ്റ് ഗോളി ബജ ബോളി മച്ച അതല്ല നൂഡിൽസിന് മാത്രം പണി കളിപ്പ് വെന്തത് കൂടി ബാക്കി എല്ലാം അടിപൊളി അതിന് സേമിയ ഉപ്പുമാക്കിട്ട് രാവിലെ കൊടുത്തു വണ്ടി കയറിയിട്ടില്ല രാവിലെ എണീക്കാൻ ലേറ്റ് ആയിട്ട് എന്നിട്ട് വന്ന് ഞാൻ ചേട്ടനെയും ചേച്ചിയുടെയും കൂടെ ചോറുണ്ടാന്ന് പറഞ്ഞ് ചോറുണ്ടിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ചിലരല്ലേ അത് ചിലരാ അത് വേണമെങ്കിൽ ഞാൻ തുപ്പി കടിക്കാം ഇപ്പൊ ഇവിടെ ഒരു നീ കേട്ടിട്ടുണ്ടാവും ഒരു ഇൻസിഡന്റ് നന്ദു നമുക്ക് പറഞ്ഞാലും അത് വേറെ സ്റ്റൈലാ അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഭർത്താവ് പായസം മറക്കാവുന്നുണ്ട് ഈ 6 വർഷമായിട്ട് എന്നെ പൊന്നുപോലെ നിധി പോലെ കൊണ്ട് നടന്നത് എന്റെ എല്ലാ യൂട്യൂബ്സിന്റെ കാര്യങ്ങളും നോക്കിയ ആളാണ് അദ്ദേഹം. കല്യാണം കഴിഞ്ഞാൽ ശരിയാവുന്ന ജോലിസ്യം പറഞ്ഞ എല്ലാം ഇനി എല്ലാം രാജയോഗം പറഞ്ഞത്. ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. പുള്ളി കുറച്ചു നേരം കറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ പൈസയൊക്കെ തരുന്നുണ്ടോ? കുഴപ്പമില്ല, ചോദിച്ച് വാങ്ങിക്കണം. ഇവറ്റകളല്ല അങ്ങനെയാണ്, ആവശ്യം കഴിഞ്ഞാൽ കളയും. അതുകൊണ്ട് ചോദിച്ചു മേടിക്കണം. ഞാൻ പറഞ്ഞു ശരിയാട്ടോ, ഞാൻ ചോദിച്ചു മേടിക്കാം. തിരിച്ചു വന്നൊന്നുമില്ല, ഓടി ഒന്ന് നിൽക്കും. എനിക്ക് ഇരുട്ട് പേടിയാണ്. എന്നിട്ട് ജീവനം കൊണ്ട് ഞാൻ നോക്കുമ്പോ കാണുന്നെന്താ ഈ പെണ്ണുമ്പിള്ള ഒരു ഇരുണ്ട വഴി കൂടെ ഓടിപ്പോയി മതിലെടുത്തങ്ങ് ചാടുന്നത്. അല്ല ഇവൻ നിന്നില്ലെങ്കിൽ എനിക്ക് പേടിയാ. അടങ്ങിയിരിക്കാന്ന് ഇതന്നെ സാധാരണ അമ്മമാരില്ലേ, അതൊന്നുമില്ല. ഒരു വടിയുണ്ട്, മറ്റേ യോസിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എടുത്തെടുത്ത് വെക്കാൻ എന്നെ തല്ലാൻ വേണ്ടിട്ട്. അപ്പോ എന്റെ ചേട്ടനും ചേച്ചിക്കും ആദ്യത്തെ സദ്യ നമ്മുടെ കല്യാണത്തിന്റെ ആയിരുന്നു അല്ലേ? നേരെ കഴിച്ചില്ല എന്നുള്ളൊരു വിഷമം എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് വെറും സദ്യയല്ല, 35 കറി കൂട്ടിയിട്ടാണ് ഞാൻ സദ്യ തരാൻ പോകുന്നത്. 35 കറികളും 4 പായസം. ബോളി കല്യാണത്തിന് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് മഹാബോളിയിൽ നിന്ന് 500 ബോളി ഞാൻ അവിടെ വരുത്തിച്ചു. ഞങ്ങക്ക് ബോളില്ലാണ്ട് സദ്യ പറ്റില്ല. എന്റെ സുഹൃത്തായ അമലില്ലേ, അത് വിളമ്പാൻ കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവസാനത്തെ 2 റൗണ്ടിലാണ് അവിടെ ബോളി കിട്ടിയത്. എനിക്ക് കിട്ടി. നിനക്ക് കിട്ടിയില്ല, അവൻ മറന്നുപോയി. അവനിത് കാറിന്റെ ബാക്കിൽ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോ തന്നെ കണ്ണു പറഞ്ഞു. അല്ല, ഞാനും ഇത്രയും കറി കൂട്ടി ആദ്യമായിട്ട് സദ്യ ഉണ്ടാൻ പോണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ സദ്യ, ഗംഭീര സദ്യ റെഡിയാക്കി തന്നത് ഭാവന കാറ്ററിംഗ് ആണ്. നമ്മുടെ കൊല്ലം, കൊട്ടാരക്കര, പുത്തൂരാണ് ഭാവന കാറ്ററിംഗ് വരണത്. അപ്പൊ എന്തെങ്കിലും ഇതുപോലത്തെ ഇവന്റ്സ് ഒക്കെ വരുമ്പോ 35 കറി കൂട്ടി 4 പായ. ഇവിടെ കാസർഗോഡ് പുത്തൂരോ? അല്ല, ഇവിടെ പുത്തൂർ. കഷ്ടമാണ്. ഓ, നിങ്ങളല്ലേ കാസർഗോഡുകാർ? എന്തല്ലേ ചേട്ടാ ഇത്? അയ്യോ കൊല്ലം. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ചോറും നമുക്ക് ഇവരെ വിളിക്കാം. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ചേച്ചി ഇവക്ക് കൊച്ചുണ്ടാവുമ്പോഴേക്കും വിളിക്കാന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഭാവനയിലാണോ ഈ 35 കറികൾ? ചേച്ചിയുടെ ഭാവനയില. നല്ലാത്ത ഭാവനായി ചേച്ചി. ഇതിൽ കുറച്ച് അല്പം കൂടെ ഭാവനയാവാം. കുറച്ചുകൂടെ ചോറ്. ചേട്ടന് വിശപ്പിന്റെ ഭാവന കൂടുതലാണ്. ഞാൻ ഇപ്പോഴേ ഞാൻ പറയാം, ഞാൻ മറ്റേ ക്യാമറ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല. ഞാൻ കറക്റ്റായിട്ട് ഞാനോ ചേച്ചി ഒട്ടും അങ്ങനെ കഴിക്കുന്ന ആളല്ല. എന്റെ ഭർത്താവിൽ നിന്ന് ആൾക്കാർ അതേ പ്രതീക്ഷിക്കുന്നു. നന്ദുചേട്ടാ അപ്പൊ എന്റെ അവസ്ഥ ആലോചിക്കുന്നത് ഞാൻ ബഹുമാനിച്ചില്ല. ക്യാമറ ഓഫ് ചെയ്ത പട്ടി എടുത്ത് വേണം കിടത്ത് കഴിക്കടാ. തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിട്ടല്ലേ? സത്യം ചേട്ടാ, എനിക്ക് കുറച്ച് പരിപ്പൊക്കെ തരാം. ഞാൻ പറയട്ടെ, ഇവരെ നാട്ടിൽ പോയിട്ടേ ഭയങ്കര ഊണിയാള് നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ നാട്ടിൽ സദ്യക്ക് ചിക്കനൊക്കെ ഉണ്ട്. ഓണമായാലും അടിയന്തരമായാലും അതുകൊണ്ട് പിടിക്കുന്നില്ലായിരിക്കും അല്ലേ? ഞങ്ങൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കാം. 35 ഒരു കഷ്ണം ചിക്കൻ പീസ് എങ്കിലും ഉണ്ടായിരുന്നു. പൊതിഞ്ഞോണ്ടൊക്കെ പോടാ കല്യാണത്തിന്. നമ്മള് ചുറ്റി വെച്ച ഉണക്കമീൻ. അല്ല ചേച്ചി, അത് ഭയങ്കര ഇതല്ലേ കാസർഗോഡ് നോൺ വെജ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് മറ്റേ നീലേശ്വരം കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കനാണ് പ്രസാദമായിട്ട് തരിക. നോൺ വെജ് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. നമുക്ക് കാവുകളിൽ പ്രസാദം നോൺ വെജ് ആണ്. ക്രിസ്മസിനൊക്കെ നോൺ വെജാ, സോറി വെജാ.
ബാക്കി എല്ലാത്തിനും നോൺ വെജ്. അങ്ങനെ തമാശ പറഞ്ഞായിരിക്കും. അയ്യോ ചേച്ചി ചേട്ടാ അത് പ്രശ്നമുണ്ട്, ഞങ്ങക്ക് രണ്ടുപേർക്കും ഇങ്ങനെയാ ചില തമാശകളൊന്നും മനസ്സിലാവൂല. ലോക്കൽ തമാശയിലേക്ക് ഇറങ്ങിയാൽ എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ സദ്യയില്? 35 കറി മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുക ഏറ്റവും ഇഷ്ടമുള്ള കറി. എനിക്ക് ഈ പരിപ്പ് പപ്പടം കറിയാണോ ചോദിച്ചത്? കറിയാണെങ്കിൽ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്, പച്ചരി നല്ല ഇഷ്ടമാണ്. ചേച്ചി ചേട്ടൻ കഴിക്കുന്നത് നോക്കൂ. തുടങ്ങുന്നില്ല, നല്ല ചേട്ടൻ നല്ല രസമായിട്ട് കഴിക്കും. കുറച്ച് OCD ഉള്ളതുകൊണ്ടേ അതൊക്കെ നിന്റെ വീട്ടില് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ചുമ്മാ ഇവള് പറഞ്ഞു വരുന്നത്. പിന്നെ കൈ കഴുകാൻ അപ്പുറത്തുനിന്നേ കൈ കഴുകൂ. പാറു ഈ ശീലമൊക്കെ ഉണ്ടോന്ന് കൈ കഴുകും. നിന്റെ നാട്ടിലെ 2-3 ഡിഷസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. നന്ദു വന്നു കഴിഞ്ഞാൽ നന്ദു വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പെണ്ണുകാണലിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന്റെ കല്യാണത്തിനൊക്കെ വന്നപ്പം പെണ്ണാളൻ നാണം ഉണ്ടോ ചേട്ടാ? ഞങ്ങൾ മുഖത്ത് ഭയങ്കര നാണായിരുന്നു. ഭയങ്കര എന്താന്ന് ക്രിഞ്ചല്ല, ഭയങ്കര ഒരു ഓക്വേർഡ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കേണ്ടത് നാട്ടുകാർ മുഴുവൻ നോക്കിക്കുക. എന്നെ ആണെങ്കിൽ അടുത്ത ബന്ധുക്കാര് ഒരു 100 പേരുണ്ടാവും, അടുത്ത ബന്ധുക്കാർ മാത്രം. അത്ര വലിയ ഫാമിലി എന്റെ. അപ്പൊ ഞാൻ ഇവനെ നോക്കാം, ഇവനെ എന്നെ നോക്കാം. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടേ ഇല്ല പെണ്ണാളെല്ലാം. ഈശ്വര ഭയങ്കര മൊമെന്റ് ആയിരുന്നു. പക്ഷെ അത് ലൈഫിൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ. ഭയങ്കര രസമാട്ടോ. ഓക്കെ, അപ്പൊ രാവിലെ വന്നപ്പോ എന്തൊക്കെയാ കൊടുത്തത്? അന്നാണ് രാവിലെ ആദ്യമായിട്ട് ചേച്ചി വീട്ടിൽ പോണേ? അതെ, കാസർഗോഡ് പോകുന്ന ആദ്യമായിട്ടാ. എടാ നമുക്ക് കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ ഇതുവരെ. എന്നാലും പ്രേമിക്കുമ്പോ ചേച്ചിനെ കാണാൻ പോലും പോയിട്ടില്ല. ചേച്ചി ഇങ്ങോട്ട് വരുമല്ലോ, എറണാകുളത്ത് വരുമല്ലോ. എറണാകുളത്താണല്ലോ ചേച്ചി ഉള്ളത്. അങ്ങനെയൊക്കെ കാണാൻ നല്ല അടി എറണാകുളത്ത് കിട്ടും. പിന്നെ ഞാൻ കാസർഗോഡ് പോയി നല്ല അടി മേടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാറില്ല. എല്ലാവരോടും പറയും കാസർഗോഡ് ആകെ പലപ്പോഴും കാസർഗോഡ് വന്നിട്ടുണ്ടാവുള്ളൂ. ഒന്ന് ഗോവയ്ക്ക് പോകുമ്പോ ജസ്റ്റ് ഒന്ന് കാലുകുത്തും, അല്ലാതെ ഞങ്ങളെ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. നീ പക്ഷെ നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം, നല്ല നല്ല ഫുഡും ആൾക്കാരാ. നല്ല ഫുഡൊക്കെ അടിപൊളിയാ. പക്ഷെ അതിന്റെ പേരാണോ ഒരു 2 പറഞ്ഞു കൊടുക്ക്. ചേട്ടാ ഉരുളിയില് പൊറുന്നത്. ഉരുളിയില് പറഞ്ഞതോ? ഉരുളിയില് പൊറുന്നത് അതെന്ത് സാധനം? നമ്മുടെ ഇവിടെ എന്താ? നമ്മുടെ ഇവിടെ ഇഡലിയും ദോശയെല്ലാം കൽത്തപ്പം പറയും. കൽത്തപ്പം, കൽത്തപ്പോ ഇവിടെ ഇല്ലടാ, ഇവിടെ ഇല്ല, വിട്ടേക്ക്. പിന്നെ എന്റെ ഫേവറേറ്റ് ഗോളി ബജ. ബോളി മച്ച അതല്ല എന്നെ നോക്കിട്ടെ, ഇത് ഗോളി, ഇത് ഗോളിക, ഇത് ഗോളിക. ഇത് എന്ത് സാധനം? സാധനങ്ങൾ പറഞ്ഞു ഗോളി മച്ച എങ്ങനെ ഇരിക്കും? ഗോളി മച്ച അല്ല, ബോളി മച്ചയാണോ? അകത്ത് മൈദയും മച്ച അല്ല, ബജ ബജ ഗോളി മജ അല്ല, ഗോളി ബജ. എന്താന്ന് പറഞ്ഞു കൊടുക്കത്? അതെങ്ങനെയാണ്? ഉണ്ടയാണ്, അത് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബോണ്ട ഇല്ലേ, അതിന്റെ വേറൊരു സാധനം ഇവിടെ ഇല്ല. അത് ഗോളി മച്ചാനായി. ഗോളി മച്ചാനല്ലോ, ഗോളി ബജ. ഉരുളിയിൽ ഈ ഗോളി മച്ച ഉണ്ടാക്കാൻ അറിയോ ചേച്ചി? അതോട് കുഴപ്പമില്ല. ഗോളി മറ്റേ ഉരുളിയിൽ പോകുന്നത് ഡെയിലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതെന്താ ചേച്ചി? അത് എങ്ങനെയാ പറയാ, അരിയോ എന്താ ഉണ്ടാക്കുന്നത്? ദോശയല്ല, കര മുഴുവൻ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കുക. എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്യണം, ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ നിനക്ക്. അതാ നല്ലത്. ചേട്ടന് ഫുഡ് ഭയങ്കര ഫുഡിയാണല്ലേ? കുക്ക് ചെയ്യാൻ അങ്ങനെ ഫുഡിയല്ല. കുക്കിംഗ്. അതാ ഞാനും ചേച്ചിയും കൂടെ മഴവിൽ ഇരുന്നപ്പോ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എടി എന്നോട് രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കല്യാണം നീ ദൈവത്തോർത്ത് അടുക്കളയിൽ കയറരുത്. കാരണം ചേട്ടൻ OCD ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇതുവാ OCD ഉള്ളതുകൊണ്ട് തന്നെയാണ്. OCD ഉണ്ട്. നല്ലോണ്ട്. അത് മാത്രല്ല നന്നായിട്ട് കുക്ക് ചെയ്യും. ചായ പോലും ഇടാൻ സമ്മതിക്കത്തില്ല. പിന്നെ നന്ദുന്റെ അമ്മയെ എന്ത് രസം. എങ്ങനെ അങ്ങ് നിന്നാ മതി. ഇവരൊക്കെ വിളിക്കും ചിന്നു, പപ്പമ്മ ഒരു 10 വട്ടം ചിന്നു. അപ്പൊ ഞാൻ ഇത് മാത്രം കൊടുത്താൽ മതി. മാത്രം ഇട്ടാ മതി. ജീവിതത്തിൽ മാത്രം ഇട്ട് ജീവിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഭാര്യയും മരുമകളും ആയിരിക്കും. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ബേസിക്കലി പഠിച്ചത്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഷെഫ് ആയില്ല, ഡയറക്ഷനിലേക്ക്? ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തതാണ്. ഞാൻ 2-3 വർഷത്തോളം വർക്ക് ചെയ്തതാണല്ലോ. എന്നിട്ടാണ് വീണ്ടും പഴയ ആഗ്രഹങ്ങളൊക്കെ കുത്തിപ്പൊക്കി തിരിച്ചു വന്നത്. കുക്കിംഗ് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഈ പണ്ട് എനിക്കൊന്നും ഈ കോളേജ് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്നുള്ള ചെറിയ പരിപാടികളില്ലേ, അതും പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കിട്ടിയതാവാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലതായിട്ടുണ്ടാകും. എന്താ ചേച്ചി ഏറ്റവും സൂപ്പർ ആയിട്ട് ഉണ്ടാകുന്നത്? ചില നീലഗിരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ തരും. പക്ഷെ അവിടെ പോയിട്ട് കൊടുത്താൽ മതി. ഇവിടെ പിന്നെ എന്താ പറയാ, പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, എന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കും. കൊള്ളാമോ? എന്നിട്ട് അത് ഉണ്ടാക്കി തരുന്നത് എല്ലാവരുടെയും ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മള് കൊള്ളാന്ന് പറഞ്ഞാൽ കണ്ണിലൊരു തിളക്കമുണ്ട്. കൊള്ളില്ലാന്ന് എപ്പോഴും പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ്. ഇല്ല ചേട്ടനോ? അത് ഒരു നൂഡിൽസിന് മാത്രം അത് പണി വളിപ്പോയി, വെന്തത് കൂടി, ബാക്കി എല്ലാം അടിപൊളിയാണ്. പിന്നെ സേമിയ ഉപ്പുമാക്കിട്ട് രാവിലെ കൊടുത്തു. മണ്ടിക്ക് അറിയത്തില്ല. എനിക്കതൊന്നും അറിയില്ല.
ഇത് കൊള്ളാം, നല്ലതാ നന്ദൂന്നൊക്കെ. എന്തെങ്കിലും കൊടുത്താൽ മതി, ഇതിനങ്ങനെയൊന്നുമില്ല. അമ്മ പറയും ഉപ്പ് കുറവായിട്ടും അവക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവൾ കഴിച്ചിട്ട് പൊക്കോളും. പപ്പാമ്മ പറയും നന്ദുവിന് കൊടുക്കുമ്പോ നമ്മൾ സൂക്ഷിക്കണം, ഇതാണ് ഇത് ഇവക്ക് എന്ത് കൊടുത്താലും അവളെ കഴിച്ചോളുന്നു. ചില സമയത്ത് ഭാര്യ വരെ പപ്പാമ്മ വരും, നമ്മളത് കഴിച്ചിട്ട് പോവാം. ചേച്ചി അത് മാത്രം കൊടുത്താൽ മതിയെന്നല്ലേ? ഓക്കെ. ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യോ ചേട്ടാ? ചായയുടെ പഠിക്കുന്ന എനിക്ക് ഞങ്ങളുടെ റിലേഷനിലായിട്ട് ശേഷമല്ല പറഞ്ഞു തന്നിട്ട് നന്ദു, ഞാൻ വീട്ടിലുണ്ട് കാസർഗോഡ് വീട്ടിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് അച്ഛനെ ഇമ്പ്രസ് ചെയ്യണം. നന്ദു വീഡിയോ കോളിൽ നിൽക്കും, എന്നിട്ട് ഓരോന്ന് പറഞ്ഞുതരും. നന്ദുവിന്റെ അത്ര എത്തത്തില്ല, മീൻ ഫ്രൈ ഒക്കെ ഭയങ്കര വെറൈറ്റിയിലാണ് നന്ദു ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അച്ഛൻ മതി എന്റെ മോള് കുക്ക് ചെയ്യാനൊക്കെ ലാസ്റ്റ് പോഷൻ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ പറ്റിച്ചൊരു ജീവിതം നൈസായിട്ട് ഇങ്ങനെയൊക്കെ നിന്ന്. ഓക്കെ. നിങ്ങൾ ഈ കാസർഗോഡ് ട്രിവാൻഡ്രം എപ്പോഴും നിങ്ങൾ തല്ലുപിടിക്കുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ തമ്മില്? തെക്കന്മാര് വടക്കന്മാര്. അയ്യോ അത് പറയല്ലേ, തെക്കന്മാര് മൊത്തം കൂടെ പിടിച്ച് ഇടിക്കുന്നില്ല. വടക്കന്മാര് തെക്കന്മാർ ഈ കാര്യത്തിൽ എങ്ങനെയാ, നമ്മള് വടക്കന്മാർ ഈ കാര്യത്തിൽ എങ്ങനെയാ തല്ലു പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഇവര് പറയുന്നത് ഇവരുടെ ബിരിയാണിയാണ് ബിരിയാണി എന്ന്. ഞാൻ പറയുന്നത് അല്ല, ഞങ്ങളതാണ് ബിരിയാണി. വലിയ അരി ഉള്ളതിന് മാത്രമേ ഞാൻ എന്റെ അഭിപ്രായം അതിനാണ് ഞാൻ ബിരിയാണി ആയിട്ട് കണക്കാക്കുന്നത്. പോയി കഴിഞ്ഞാലേ ഏട്ടാ ഏതാ അരി, പിന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി. എനിക്ക് വാസ്തവേ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ. ഞങ്ങൾ വലിയ അരിയെ മാത്രമേ. പക്ഷെ തലശ്ശേരി ബിരിയാണി ഇല്ലേ, ബിരിയാണി അതാണ് ഞങ്ങളുടെ, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇല്ല എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായം അതേപോലെ എന്റെ അഭിപ്രായമുള്ള പലരും ഉണ്ടാവും. വലിയ അരി ഇത്രയെങ്കിലും വേണം. ഞാൻ പറഞ്ഞ മറ്റേ മന്തിയുടെ പൈസ അല്ല, ഇത്രയെങ്കിലും വേണം. അതെ നമ്മുടെ ചോദിച്ചു ഭാവന ചേച്ചിക്ക് എന്താ അഭിപ്രായം? ഭാവനേച്ചി അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇതാണ് ബിരിയാണി അല്ലേ? നമ്മുടെ കൊല്ലം തിരുവനന്തപുരത്ത് വലിയ ബിരിയാണി അല്ലേ, വലിയ അരിയല്ലേ? പൈനാപ്പിൾ ഇടത്തില്ലേ, മുട്ട കൊടുക്കത്തില്ലേ? ഇവര് മുട്ട പോലും തരത്തില്ല. എന്ത് നിങ്ങളുടെ ബിരിയാണിയിൽ മുട്ടയില്ലേ ചേച്ചി? ഭയങ്കര റേറാ. ചിക്കൻ ബിരിയാണിയിൽ എന്തിനാണ് മുട്ട ഇട്ട് കഴിഞ്ഞ് ചിക്കൻ അതിന് ശേഷം അതിനെ കറി വെക്കണം. മുട്ട ഉണ്ടെങ്കിലല്ലേ ചിക്കൻ ആവത്തുള്ളൂ. അതെ എടാ, മുട്ട ചിക്കൻ ആയില്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നത്? വൈഷുഡായി ഞാൻ കഴിച്ചു തീരാറട്ടെ. 35 എണ്ണം കിടക്കുന്നു. പിന്നെ ഇതാ ഓണത്തിനും സദ്യക്കും ചിക്കൻ വേണം എന്നുള്ള പ്രശ്നം, അതാണ് മെയിൻ പ്രശ്നം അല്ലേ, ബിരിയാണിനെക്കാളും വലിയ പ്രശ്നം. ചേച്ചി പോയല്ലോ ട്രിവാൻഡ്രത്തേക്ക്. ട്രിവാൻഡ്രത്ത് ചെന്ന് അന്ന് രാവിലെ ഭർത്താവിന്റെ വീട്ടിലല്ലേ, എങ്ങനെയുണ്ടായി ചേച്ചി രാവിലെ എണീറ്റിട്ട്? നേരത്തെ ഞാനേ തലേ ദിവസം അതിന്റെ കുഞ്ഞമ്മയുടെ അമ്മയുണ്ട്, അടക്കൊതുക്കും വേണമല്ലോ. ഞാൻ ഇങ്ങനെ പോയിട്ട് സാരി കൊടുത്തിട്ടാണല്ലോ വീട്ടിൽ. പപ്പാമ്മ കുഞ്ഞമ്മ ഞാൻ രാവിലെ എത്ര മണിക്ക് എണീക്കണം, ഇവിടെ എത്ര മണിക്കാ സാധാരണ എണീക്കാറ്? അങ്ങനെ ചോദിക്കാന്ന് എന്റെ കസിൻസ് ഒക്കെ പറഞ്ഞോട്ടുണ്ട്. എത്ര മണിക്ക് എണീക്കാം പപ്പാമ്മ? നീ എനിക്ക് ഇഷ്ടമുള്ള ഞാനെങ്കിൽ 7:30 നീ 10 മണിക്കൊക്കെ എണീറ്റാ, തിരക്കൊന്നും ഇല്ലല്ലോ. രാവിലെ ഞാനിട്ട് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹം, നീ ഒരു ചായ കിട്ടിട്ട് വാ ചേട്ടാ എന്ന് വിളിച്ചിട്ട് വന്നില്ലടോ. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ ഇറങ്ങി. ഞാൻ ആദ്യം എണീറ്റെ, ഞാൻ എണീറ്റ് താഴെ പോയി ചായ ഇട്ടു. ചേട്ടൻ പ്രതീക്ഷ രാവിലെ ഉറക്കത്തിന്ന് ചായ നന്ദു പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് രാവിലെ 6 വർഷം സ്നേഹിച്ച ഭാര്യ ഒരാളിങ്ങനെ അടുത്ത് കിടന്ന് റൊമാൻസ് ആയിട്ട് റൊമാൻറ്റിക്കലി ഇങ്ങനെ നോക്കാൻ നിൽക്കുമ്പോ ഞാനേ വായൊക്കെ തുറന്ന് ഞാൻ എണീറ്റ് പോയി കാലൊക്കെ പക്ഷെ ചേട്ടൻ അതൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. അതെനിക്കറിയാം എന്തായാലും നടക്കും. ഞാൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹത്തിന് നീ ഒരു ചായ ഞാൻ 10 മണി കഴിഞ്ഞിട്ട് എണീറ്റാ മതി. ഇങ്ങനെയുള്ള കൊറേ ഇതുണ്ടല്ലോ, എന്താ അതിനെ പറയാ, കൊറേ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ പൊളിച്ച് എഴുതണം നമ്മള്. ഇതുപോലെ ചേട്ടാ കൂടെ കഴിക്കും. എടി നമ്മളാ മറ്റേ സാധനമില്ലേ, അതേത് സാധനം ഇങ്ങനെ ആയിട്ട് തന്നെ എന്തെങ്കിലും പറയുന്നു ഈ ചേച്ചി. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ട്, ഇവരുടെ കാസർഗോഡ് ഒരു 5 അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ നടന്ന സംഭവം. ഇവരെന്താ പറയുന്നത് ചോദിച്ചു, എന്ന് നടന്നെന്നാ പറയുന്നത്? കാസർഗോഡല്ല, നമ്മള് അമ്മാ ഷോ കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും,
എടി മിനിയാന്ന് നമ്മള് കണ്ടപ്പോഴേ എന്റെ മിനിയാന്ന് അതാ അത് കാസർഗോഡല്ല എന്റെ പ്രശ്നം. മിനിഞ്ഞാന്നാണ് ഇന്നലെ അല്ലേ? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കഴിഞ്ഞതല്ല മിനിയാന്ന്. ഓ ആണോ? അങ്ങനെ അബദ്ധമെല്ലാം പറ്റിയുണ്ടോ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ട്? നന്ദു എത്ര വട്ടം ആലോചിക്കുമായിരുന്നു. മിനിഞ്ഞാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പാവനെ മിനിയാന്ന് കണ്ടായിരുന്നു. മിനിയാന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസമാ. ചെറിയ പ്രശ്നം. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ അവരുടെ വേണം അത് ഇവിടെ എങ്ങാണ്ട് നടപ്പുണ്ടടിയത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? നന്ദുവിന്റെ വീട്ടിൽ നിന്നത് ഒരു ദിവസം ഏകദേശം ഒരു 5-6 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ എല്ലാ ഹോട്ടലിലായിരുന്നു. ഇന്ന് അടുക്ക ഹോട്ടലിലാണ്. ഇനി ഓണത്തിന് വേണം വീട്ടിൽ പോവാൻ. ഓണത്തിന് ചേച്ചിയുടെ വീട്ടിലേക്ക് അല്ല ചേട്ടന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ഇനി നമ്മുടെ നന്ദു കുളിച്ച കുളം കാണണം, നന്ദു ഓടി നടന്ന പറമ്പ് കാണണം, നന്ദു മേച്ച കാലിത്തൊഴുത്ത് കാണണം, പിന്നെ പഠിച്ച സ്കൂള് അതൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഇത് എനിക്ക് എന്റെ അമ്മ പറഞ്ഞത്. ഞങ്ങള് പഠിച്ച സ്കൂള്, ഞങ്ങള് ചെയ്ത അത്, ഞങ്ങള് ഞാനാ കാസർഗോഡ്. ഇത് ഞങ്ങളുടെ റോഡ്, ഇത് ഞങ്ങളുടെ നാട്, ഇത് ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ കൊറേ കാട് കഥകളുണ്ടാവും. പുഴ, അമ്പലം, ഒരുപാട്. എന്തിന് പുഴയിൽ റിലേഷൻഷിപ്പിലാവുന്ന ടൈമിൽ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ഇതുണ്ട്. അതിന്റെ പേര് ഉടുമ്പ്. ആ ഉടുമ്പ് ഇപ്പോഴും ഉണ്ടെന്ന് ആള് പറയുന്നത്. ഉടുമ്പിനെ അറിഞ്ഞൂടെ? വീടിന്റെ ഫ്രണ്ടിൽ വിളിക്കുമ്പോ അതൊക്കെയാ മാറിയില്ല ഉടുമ്പേ. വിളിക്കുമ്പോ എടാ ഇപ്പൊ വിളിക്കാം മോള് ഒരു പെരുമ്പാമ്പിനെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഞാൻ ചാക്കല് പെരുമ്പാമ്പിന്റെ കവർ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ചേട്ടാ അങ്ങോട്ട് പോണോ? പെരുമ്പാമ്പും ചേച്ചിക്ക് പേടിയില്ലേ? നിങ്ങളെ മറ്റേ കാട്ടിലൊക്കെ നിക്കുന്ന പെരുമ്പാമ്പിനെ എന്റെ വീടിന്റെ അടുത്ത് ഫ്രണ്ടിൽ എന്നും മയില് വരും. മയില് എന്നും മയില് വരും. അപ്പൊ നന്ദുവിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ രാവിലെ നടക്കാൻ പോകുമ്പോ ഇങ്ങനെ മയിലായിരിക്കും ഫ്രണ്ടില്. മാറി നിൽക്കും മയിലേ അതൊരു കഷ്ടം. അങ്ങനെ ഇത് ഉപദ്രവിക്കൊക്കെ ചെയ്യും മയില്. നമ്മള് കാണുന്ന പീലി വിടർത്തി ആടുന്ന മയിലല്ല മയില്. ഇത് ഉപദ്രവിക്കും, കൊത്തും. അതെനിക്ക് ചിരി വരുന്നത്. ചേട്ടനുമായിട്ട് അതീവ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളതുകൊണ്ട് അവൾക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. ചേട്ടാ വെജ് ആണോ നോൺ വെജ് ആണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം. ചേച്ചിക്ക് നോൺ വെജ് ആണോ? നീ പറ. ഞാൻ രണ്ടിലും ഓക്കെ അല്ല, അവൻ നോൺ വെജില് മാത്രമാണ് ഓക്കെ. ചിക്കനും മീനും ഇല്ലാണ്ട് ഇറങ്ങില്ലായിരിക്കും അല്ലേ ചോറ്? ഒന്നും വേണ്ട. അത് പറഞ്ഞു സദ്യ ഭയങ്കര ഇഷ്ടമാണ് മാത്രം. നോൺ വെജ് തന്നെയാണ്. നോൺ വെജിലോ? അപ്പൊ നമ്മള് 3 പേരും അങ്ങനെയല്ലേ? എന്റെ അമ്മ എപ്പോഴും പറയും പാർവതി എന്ന് പേരിട്ടിട്ട്. ശ്രീവിദ്യ. അതാ എന്റെ അമ്മ എപ്പോഴും പേര് പാർവതി മീനില്ലാണ്ട് ഒക്കെ ചോറ് ഇറങ്ങില്ല എന്ന് പറഞ്ഞ എപ്പോഴും വഴക്ക് പറയും. ഓക്കെ, നമുക്കപ്പോ കുറച്ച് സമാധാനമായിട്ട് കഴിക്കാല്ലേ? ചേട്ടൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ. അപ്പൊ നല്ല സദ്യയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരു ഉറക്കവും കഴിഞ്ഞു. ലിറ്ററലി സത്യസന്ധമായ കാര്യങ്ങൾ പറ. ഒന്ന് മടിയിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചു കയറി കിടന്നാൽ മാത്രമേ ഉറങ്ങിപ്പോയി. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുപോയി. നീ വന്നത് ഞാൻ ജസ്റ്റ് കണ്ണടച്ച് തുടങ്ങിയിട്ടുള്ളൂ. നീ കണ്ടതല്ലേ പറയുന്നത്? ഞാൻ കണ്ണടച്ച് തുടങ്ങിയത് നീ വന്നു ഒരുമിച്ച്. അതാ ഞാൻ ഇവിടെ ലൈറ്റ് ഇങ്ങനെ നമ്മളെല്ലാരും സെറ്റ് ചെയ്യണ നേരത്തെ രണ്ടും കൂടെ ഉറങ്ങിക്കളഞ്ഞു. ഇങ്ങനെ 4 പായസമൊക്കെ തന്നിട്ട് പിന്നെ അത്ര ഗംഭീര സദ്യ. ഓണത്തിന് പായസം കുടിച്ച് ഉറക്കം അത് മാവേലിയേക്കാളും നല്ല സദ്യ. മാവേലിയുടെ ആണ് കേട്ടോ ഇത്. ചേച്ചി സദ്യയൊക്കെ ഉണ്ട്, ക്ഷണിപ്പിക്കുന്നു. മറ്റേ ദേവാസുരത്തിൽ നമുക്ക് 2 ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് വന്നു. ചിലങ്ക എവിടെ ചേട്ടാ? സെറ്റപ്പ് ഒക്കെ പറ്റുമോ? ചേച്ചി കൊണ്ട് കാല് കെട്ടണം. അതിപ്പോ പറ്റൂല, സദ്യ കഴിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ പൊളിച്ചനെ. ചേച്ചിനോട് ആദ്യമേ പറഞ്ഞേടി സദ്യക്ക് മുന്നേ എല്ലാ പരിപാടിയും നീ തീർക്കണം, സദ്യ കഴിഞ്ഞ് ഒരു പരിപാടി നടക്കില്ല. അതുപോലെ തന്നെ ചേച്ചി ഉറങ്ങിക്കളഞ്ഞ്. എന്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇത്ര കാലം നീ ഞങ്ങളുടെ നെഞ്ചത്ത് നൃത്തം അവതരിപ്പിച്ചു, നീ നിന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത് നൃത്തം അവതരിപ്പിക്കും. എങ്ങനെയുണ്ട് ചേട്ടാ? ഇതുവരെ വളരെ വളരെ ശരിയാണ്. കുഴപ്പമൊന്നുമില്ല അല്ലെ? ഓക്കെ. ചേച്ചി ഈ ചേട്ടന്റെ OCD ഭയങ്കര കൂടുതലാണോ ചേച്ചി? എന്തൊക്കെയാണോ OCDയുടെ ചേച്ചി കണ്ടുപിടിച്ചിട്ടുള്ള? പൊടിയൊന്നും വീഴാൻ പാടില്ല. പിന്നെ നമ്മളിപ്പം നമ്മളിപ്പോ ഷൂട്ട് കഴിഞ്ഞ് വരുന്നു, ഉദാഹരണത്തിന് ഷൂട്ട് കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം നമ്മൾ അടുക്കി പെറുക്കാൻ വേണ്ടി എല്ലാം കൂടെ പുറത്ത് വെക്കില്ല, അതുപോലും പറ്റത്തില്ല. മാറ്റി എല്ലാം ഇങ്ങനെ യഥാർത്ഥ സ്ഥലങ്ങളിലിരിക്കണം. ഒരു സാധനം ഇങ്ങനെ തിരിയാൻ പാടില്ല. പിന്നെ എന്തേലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വെക്കണം.
ഇങ്ങനെ ഇരിക്കും. ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പൊ കപ്പ് കഴുകണം. ഭയങ്കര അമ്മയുടെ നിന്ന് കിട്ടിയ അപ്പൊ അപ്പമ്മയ്ക്കോ സ്വഭാവമാണ്. എന്റെ അമ്മയ്ക്കുള്ളത് അത് OCD ആയിട്ടാണ് ഞങ്ങൾ കാണുക. ഞങ്ങൾ അതിനെ വൃത്തി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. അല്ല, ഇവർ അതിനെ OCD എന്ന് പറയും. വൃത്തി OCD വ്യത്യാസമുണ്ട്. വൃത്തി നോർമലി എല്ലാവർക്കും വൃത്തി ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകാത്ത പാറു എന്താ ചെയ്തത്? അത് OCD അല്ല. അത് പക്ഷെ കൈ കഴുകി ഞാൻ പറഞ്ഞത് അവിടെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് കൈ ഇനി കൈ കഴുകണമെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് OCD അല്ല, അത് ബേസിക്കലി ഓവർ വൃത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വൃത്തി OCD അമ്മയായിട്ട് തന്ന ഒരു ശീലം അത്. അതെ, അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ നിന്ന് അതുകൊണ്ട് എന്താ ചേച്ചിക്ക് ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ചേട്ടൻ എല്ലാം ഉണ്ടാക്കി കൊണ്ട് തരില്ലേ? പക്ഷെ ഈ സാധനങ്ങൾ അപ്പൊ പഠിക്കി പറയുന്നത് ഭയങ്കര പാടാ. ശീലമായിക്കൊള്ളും. എല്ലാം ഞാൻ പഠിപ്പിച്ചു ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടാവും, പിന്നെ പിന്നെ അത് ശരിയായി. ഓക്കെ ചേട്ടാ, ചേട്ടൻ ഇനി മൂവി പ്ലാൻസ് ഒക്കെ എന്താണ്? നമ്മൾ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. സുരേഷ് ഗോപി സാറിന്റെ കൂടെ ഒരു സിനിമയുണ്ട്, അത് 6 വർഷം തികയുന്നു ഞങ്ങളത് അനൗൺസ് ചെയ്തു. അതിന് ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ അറ്റത്തെത്തി നിൽക്കുകയത്. 90% ആവും, പിന്നെയും തിരിച്ചത് 50% വരും. അതിന് കുറച്ച് ബഡ്ജറ്റിൻ്റെ വലിയൊരു പടമാവും, ഭയങ്കര വലിയൊരു. എനിക്കൊന്ന് ഞാൻ ആദ്യം ചെയ്തൊരു കുഞ്ഞു സിനിമയാണ്, വളരെ ചെറിയൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അടുത്ത ചെയ്യുമ്പോൾ നല്ല ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറകെ കൂടിയതാണ്. നല്ലൊരു സ്ക്രിപ്റ്റാണ്, ഭയങ്കര രസകരമായിട്ടുള്ളൊരു പക്കാ ഒരു സുരേഷ് ഗോപി പരിപാടിയാണ് അത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളും കാരണം പിന്നെ സാറിൻ്റെ തിരക്കുകളും എല്ലാം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതെന്തായാലും ഉടനെ ഉണ്ടാവും, എപ്പോഴാണെന്ന് അറിയത്തില്ല, ഉണ്ടാവും അതെന്തായാലും. പിന്നെ അല്ലാതെ ഒരു പ്രോജക്റ്റ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പെട്ടെന്ന് ഉണ്ടാവും. അത് ഞാൻ തന്നെ അതെല്ലാം ഓൾമോസ്റ്റ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ കോ റൈറ്റർ അല്ല, ക്രിയേറ്റീവ് റൈറ്റർ എന്താ തന്നെ പറയാ, കോ റൈറ്റർ എന്നും പറയാം. അതെ, അതായത് ഭാര്യയാണോ എഴുതുമ്പോൾ ശല്യപ്പെടുത്തുന്ന ആൾ, നശിപ്പിച്ചളയുന്ന ആൾ, കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോ ശരിക്കും? ഞാന് നന്ദു സ്റ്റക്കാവും പല സ്ഥലത്ത് കഥ എഴുതുമ്പോൾ നന്ദു സ്റ്റക്കാവും. ചിന്നു ഇന്ന ക്യാരക്ടർ ഇങ്ങനെ അയ്യന് എന്ത് ചെയ്യുന്ന പറയും. അപ്പൊ ഞാൻ എന്റെ ആണെങ്കിൽ എല്ലാം വളഞ്ഞ ബുദ്ധിയാണല്ലോ, ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കും. അതിന് നന്ദൊന്ന് പോളിഷ് ചെയ്യും. അങ്ങനെ 2-3 സ്ഥലത്തൊന്ന് ഉന്തി കൊടുത്ത ഞാനാ. അത് ഞാനല്ല, നീയാ പറയണ്ട. ഞാൻ ഇങ്ങനെ ചേട്ടാ വേഗം പറഞ്ഞു. ക്രിയേറ്റീവ് ഉന്തൽ ബൈ ശ്രീവിദ്യ. അതെല്ലാം ഓൾമോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ത്രില്ലർ സിനിമയാണ്. അങ്ങനെ ഒരു പടം അനൗൺസ് ചെയ്തത് കൊണ്ട് മറ്റേ നമ്മുടെ സുരേഷ് ഗോപി സാറായിട്ട് വളരെ പേഴ്സണൽ ബന്ധം ഭയങ്കരമായിട്ട്. കല്യാണത്തിന് കണ്ടായിരുന്നല്ലോ, കല്യാണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഫുൾ ടൈം സാർ ഉണ്ടായിരുന്നു. 4 മണിക്കൂറാണ് സാർ അവിടെ. അതെ 4 മണിക്കൂർ സാർ അവിടെ നമ്മളിൽ ഒരാളായിട്ടല്ലേ. പിന്നെ വന്ന എല്ലാ കസിൻസിന്റെയും ഫ്രണ്ട്സിന്റെയും എല്ലാം കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ സാവധാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരുടെയും വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. വേറെ ചിലരുണ്ട് ഇന്റർവ്യൂണൊക്കെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് ഉച്ച 2 മണിയാകുമ്പോഴത്തേക്കും കല്യാണത്തിന് ചിലർ രാവിലെ എണീക്കാൻ ലേറ്റ് ആയിട്ട് എന്നിട്ട് വന്ന് ഞാൻ ചേട്ടനെയും ചേച്ചിയുടെയും കൂടെ ചോറുണ്ടാന്ന് പറഞ്ഞ് ചോറുണ്ടിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ചിലരല്ലേ. അത് ചിലരാ. അത് വേണമെങ്കിൽ തുപ്പി കാണിക്കാം. വന്നു സംഗീതം എത്താന്ന് പറഞ്ഞ ആളാ. അതെ, തള്ളി വിട്ടു. സംഗീതം എത്തേണ്ടതാ, എത്തിയപ്പോ ലേറ്റ് ആയിപ്പോയി. തൊട്ടടുത്തായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് 7-ാം തീയതി 8-നോ കല്യാണം. അതെ 7-ാം തീയതി സംഗീതത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നു. നിനക്ക് വരാൻ പറ്റില്ല, അത് സത്യമാണ്. 8-നോ? 8-ന് ഞാൻ വന്നില്ല. എപ്പോ? 8-ന് കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് സാരി എടുത്തിരിക്കുമ്പോ 8-ന് എപ്പോഴാ വന്നേ? ഉച്ചക്ക്. അതെ, രാവിലെ ഉച്ചക്ക്. ഞാൻ വന്നില്ല. വന്നു പിന്നെ വന്നു തീർച്ചയായും. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, അതിന് കല്യാണത്തിന് 4 ദിവസത്തോളം മുമ്പ്, തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ, ഫുൾ ടൈം ഞങ്ങൾ ചില്ലിങ് ആയിരുന്നു. ഞാൻ കല്യാണത്തിന് ചേച്ചി ഒറ്റയ്ക്ക് ചില്ല് ചെയ്യട്ടെ. ഞങ്ങള് ചില്ല് ചെയ്തതിന്റെ ലാസ്റ്റ് ഡേ അതല്ല, ഞങ്ങള് ചില്ല് ചെയ്തതിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇൻഡസ്ട്രി എന്നെ തകർക്കുന്ന ന്യൂസ് ഉണ്ടായത്. ചേച്ചി ഇവിടെ സേവ്, എനിക്ക് വേഗം പോണം, എനിക്ക് സേവ് ദ ഡേറ്റ് ആ അവസ്ഥയിലായി. അപ്പോൾ അതാണ് 2 സിനിമ, സുരേഷ് സാറിൻ്റെ കൂടെ മറ്റു വേറൊന്നും. അത് ഉടനെ എന്തായാലും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ചേട്ടാ. നമുക്കൊരു കിടിലം പ്രൊമോഷൻ ചെയ്യണം. അതെ, ഇതേപോലെ വന്നിരിക്കണം ഇവളെ കൂട്ടാതെ. സദ്യ വേണ്ടെന്നോ? സദ്യ വേണ്ട. ഞാൻ ക്രിയേറ്റീവ് ചേച്ചി പറയാൻ ചേച്ചിയുടെ പരിപാടി ഇനി കൂടാണോ ക്രിയേറ്റീവ് റൈറ്റർ എന്നൊക്കെ പറഞ്ഞു? വേണം. ഇനി ഓരോ ക്രിയേറ്റീവ് ഐഡിയ ഇങ്ങനെ കൊടുക്കാണ്ട് എനിക്ക് ഒരുപാട്. ഇനിയിപ്പോ നമ്മൾ അമൃതയിൽ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി. അതെ, കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. സിനിമ ഇങ്ങനെ 1-2 സ്ക്രിപ്റ്റ് കേട്ടു, കൺഫേം ചെയ്തിട്ടില്ല. നല്ല സിനിമകൾ ചെയ്യണം എന്നാ. എത്ര ലേറ്റ് ആണെങ്കിലും ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ടാണോ കേൾക്കുന്നത്? ഇല്ല, നന്ദു കേൾക്കാറ് കൂടെ ഇല്ല. ഞാൻ കേട്ടിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ കഥ പറയാൻ ഭയങ്കര മോശം. നന്ദു കഥ പറയാൻ അടിപൊളിയാ. ഇപ്പൊ ഇവിടെ ഒരു നീ കേട്ടിട്ടുണ്ടാവും, ഒരു ഇൻസിഡന്റ് നന്ദു നമുക്ക് പറഞ്ഞതിനോ അത് വേറെ സ്റ്റൈലാ. അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ ഭർത്താവ്.
പായസം മറക്കാവുന്നുണ്ട്. അതെ, കുറച്ചും കൂടെ കൊടുത്താലോ? എനിക്ക് ഭാവന കാറ്റേഴ്സ് കൊടുക്കും 1 കിലോ പായസം കൂടെ. ചേട്ടാ, ഇപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കണ സമയം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ആക്ടേഴ്സ് ഒക്കെ പറയും ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഡയറക്ടർ ചെല്ലുന്നു, ഇപ്പൊ ഒരു ഡെബ്യൂ ആയിരിക്കാം, ചെല്ലണ സമയം ചിലപ്പോൾ അത് റിജക്റ്റ് ആവാം. പക്ഷെ ആക്ടേഴ്സ് പറഞ്ഞ ഒരു 2-3 സ്ക്രിപ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒന്ന് റിജക്റ്റ് ആയാലും മറ്റൊന്ന് എടുക്കാം എന്നുള്ളൊരു ഒപ്പീനിയൻ പറയാറുണ്ട്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ചേട്ടാ? അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തില്ലട്ടോ. ഞാൻ ചെയ്തു പോയ ഒറ്റെന്ന് പറഞ്ഞാൽ തെറ്റല്ല, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ സ്ക്രിപ്റ്റ് അല്ലേ, ഈ ഒരൊറ്റ പടം. ഇതും വെച്ച് ഞാൻ 6 വർഷം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് എൻ്റെ കോൺസെപ്റ്റിൽ എന്താണെന്ന് അറിയോ, ഞാൻ വേറൊരു സ്ക്രിപ്റ്റിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനോടുള്ള കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു എന്താ പറയുക, ഈ സാധനത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് മാറി അതിലോട്ടായി പോകുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ 6 വർഷം ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തവണ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഡിലേ ആവുന്നത് കാരണം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ 6 വർഷമായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന കാര്യം എന്താ പറയുക, എങ്ങനെയാണ് രാഹുൽ സർവൈവ് ചെയ്യുന്നത്? എനിക്ക് ജോലിയില്ല. എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഈ ഇടയ്ക്കും 2-3 ചോദിച്ചു തരാണ് ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, എനിക്കൊരു ജോലിയില്ലല്ലോ. ഈ 6 വർഷമായിട്ട് എന്നെ പൊന്നുപോലെ നിധി പോലെ കൊണ്ട് നടന്നത് എൻ്റെ എല്ലാ A to Z കാര്യങ്ങളും നോക്കിയ ആളാണ് അദ്ദേഹം. മനസ്സിലായില്ല? ഈ 6 വർഷമായിട്ട് തന്നെ എൻ്റെ എല്ലാ അപ്സിനും ഡൗണിലും എനിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകായിരുന്നു. ഇടയ്ക്ക് എനിക്ക് ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി, സിനിമ എന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിർത്തിയ ഒരാൾ ഇദ്ദേഹമാണ്. ഇല്ലായിരുന്നു ഉറപ്പായിട്ട് ഞാനിപ്പം വേറെയെങ്കിലും തിരിച്ച് എൻ്റെ ജോലിയിലോട്ടൊക്കെ പോയിട്ടുണ്ടാവട്ടെ. എനിക്ക് ഈ 6 വർഷത്തിലും മടുപ്പും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവളുടെ ഒരൊറ്റ സംഭവം കാരണമാണ് ഞാൻ ഇപ്പോഴും പപ്പാമ്മ വിളിച്ചിട്ട് പറയും, ചിന്നു അവനോട്, കാരണം അവൻ നല്ല പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അത്യാവശ്യം നല്ല സാലറിക്ക്, അവനോട് തിരിച്ച് ജോലിക്ക് ഇറങ്ങാം. ഞാൻ അവൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞില്ല, അവൻ എന്ന് സിനിമ വിടുന്നു അന്ന് ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞു. കാരണം എനിക്കറിയാം അവൻ എത്ര സ്കിൽഡാണ്, അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഞാൻ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അവനെ ജോലിക്ക് തിരിച്ചു വയ്ക്കുന്ന തെറ്റ്. പിന്നെ ഭഗവാൻ സഹായിച്ചിട്ട് 2 പേർക്ക് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത്രയും നിനക്കറിയാമല്ലോ നമ്മുടെ ജോലി ഇതൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഞാനൊരു കാലത്ത് എനിക്കൊരു ജോലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവൻ നോക്കണം. അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അവനെ അങ്ങനെ നോക്കണ്ട, അവൻ എന്നെ അതുപോലെ നോക്കണ്ട കേട്ടോ. പിന്നെ എല്ലാം നമുക്ക് ഫിനാൻഷ്യലി അല്ലല്ലോ എല്ലാം. പിന്നെ വലിയ കാര്യം ഇതേപോലെ പപ്പാമ്മ, അവൻ്റെ അമ്മ, വേറെ അവന് ബാധ്യതകളൊന്നുമില്ല. കെട്ടിച്ചേക്കാൻ പെങ്ങമ്മ, പപ്പാമ്മ ഇതിൽ വാട്ടർ അതോറിറ്റിയിലെ ഗവൺമെന്റ് സ്റ്റാഫായിരുന്നു. അത്യാവശ്യം ഇപ്പോഴാണ് അടുത്താണ് റിട്ടയർ ആയത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവന്, ബാധ്യതകളൊന്നുമില്ല. പറയാനും മടിയൊന്നുമില്ല കേട്ടോ. ചിന്നുവാണെന്നെ നോക്കിയെന്ന് പറയാനൊന്നും എനിക്ക് ഒരു മടിയില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ പറയും അതെ ശ്രീതിയല്ല ശരിയാണ്. പിന്നെ അവളുടെ യൂട്യൂബ് ചാനലിന്റെ ഈ ബ്രാൻഡ് ഇന്റഗ്രേഷൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എൻ്റെ പരിപാടി. ഈ 6 വർഷം ഇങ്ങനെ പോയത് അവളുള്ളതുകൊണ്ടാണ്. ഇനി വേണം എനിക്ക് ഇവളെ വീട്ടിൽ ഇരുത്തിട്ട് ഞാനൊന്ന് സഹായിക്കാൻ അല്ലേ. അങ്ങനെ ഞങ്ങളെ വീട്ടിലൊന്നും ഇരിക്കാൻ പോകുന്നില്ല. നന്ദു അത് പറയും, പിന്നെ നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനിയും വീട്ടിലിരിക്കാൻ തയ്യാറാണ്, നീ ജോലിക്ക് വെക്കോ, നീ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് വീട്ടില് ഇങ്ങനെ, ചില സമയത്ത് നമുക്ക് പറ്റത്തില്ല, ഇനാഗ്രേഷനൊക്കെ ദൂരെയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റൂല, എനിക്ക് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇതേപോലെ നന്ദു പറയും 3 ദിവസം വീട്ടിലിരുന്നു. ഇപ്പം നമുക്കറിയത്തില്ല, നമ്മൾ തിരക്കാണ്, പിന്നെ ഒരിക്കലും നമുക്കിങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ആഗ്രഹം വരും. അതുകൊണ്ട് എപ്പം ആരോഗ്യം ശ്രദ്ധിക്കുക, എപ്പോഴും കിട്ടുന്ന ജോലി ചെയ്യുക, ലൈക്ക് വരുന്ന വർക്കുകൾ നല്ലതാണെങ്കിൽ ചെയ്യാന്ന് എപ്പോഴും പറയും. അപ്പം നീ ചോദിച്ചതാണ് വളരെ നല്ല കാര്യമാണ്. എന്നോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കുറേ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട്, ഇപ്പോൾ ഞാനൊരു കഥ പറയാൻ പോകുന്നു, അതിൽ അത് വർക്കായാലും അപ്പം തന്നെ അടുത്തത്, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരു 5 പേരുണ്ട്. ഇപ്പം ഈ സിനിമയിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന 2-3 റൈറ്റേഴ്സ് ആണ്. ഓർമ്മയില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഡിക്കി ഉറക്കും. എന്നിട്ട് ഏത് വേണം, ഏത് ജോണർ വേണം, ദേ ഇരിപ്പുണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലറുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇതേപോലെ നന്ദുവിനെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട്, അതായത് നല്ല ആക്ടേഴ്സ് പലരും, എല്ലാവരും ആക്ടേഴ്സ്, റൈറ്റേഴ്സ്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും പറയും അടുത്ത സ്ക്രിപ്റ്റ് എഴുതി നീ ഇങ്ങനെ ഇരിക്കില്ല, അത് നിനക്ക് പാരലി നോക്കാം. പക്ഷെ നന്ദൂര് ആ സ്ക്രിപ്റ്റിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ക്രിയേറ്റീവായിട്ട് ഇരുന്നോണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഒരു ദിവസം സന്തോഷിച്ചു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതുവരെ വേറെ സ്ക്രിപ്റ്റ് നോക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് ചേട്ടാ ഞാനൊരു സ്ക്രിപ്റ്റ് വന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിക്കും. അപ്പോൾ നന്ദു പറയടാ ഇല്ല, നീ എൻ്റെ അടുത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കാരണം അവൻ്റെ ഈ സമയം കളയാണ് നമ്മൾ എന്ന് പറഞ്ഞ് നന്ദു എല്ലാവരെയും പറഞ്ഞു വിടും. പിന്നെ എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യുക, പിന്നെ നമ്മുടെ ഒരു ജയവിഷ്ണുവേട്ടൻ, നമ്മുടെ മധുര മനോഹരത്തിൻ്റെ റൈറ്റർ ജയവിഷ്ണുവേട്ടൻ ഒരു ദിവസം രാവിലെ വിളിച്ച് ഇവനങ്ങ് നീ എഴുതി, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്നാണ് നന്ദു എഴുതാൻ തുടങ്ങിയത്. പക്ഷെ ആ സ്ക്രിപ്റ്റ് ജസ്റ്റ് എത്രയാണ്, 1 മാസം പോലും പ്രൊഡക്ഷൻ ഒക്കെ ആയി. അതെല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഇനി കല്യാണത്തിന്റെ ഈ ഒരു ഹണിമൂൺ ഫേസ് കഴിഞ്ഞിട്ട് വേണം അത്
ഉഷാറാക്കാനായിട്ട്. അതെ, എന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഉഷാറാക്കണം ചേട്ടാ. അതെ, തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മൾ പ്രൊമോഷൻ ആയിട്ട്. അല്ല, സുരേഷ് ഗോപി സാർ ഇതിനെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? ഇതിനെ പറ്റി അല്ല, എന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, എടാ നിനക്ക് വേറൊരു പടം നോക്കി അങ്ങ് പൊക്കൂടെ, നീ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്ന എന്തിനാണ്, നീ വേറൊരു പടം ചെയ്യും, എന്നിട്ട് ആ പടം ഹിറ്റായി കഴിയുമ്പോഴത്തേക്കും ഒബിയസ്ലി നിനക്ക് പ്രൊഡക്ഷൻ ഇഷ്യൂവും ബാക്കി എല്ലാം മാറും, അപ്പം നമുക്ക് ഇത് ചെയ്യാം എന്ന് പുള്ളി പലവട്ടം ഓരോ തവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല, ഞാനിവിടേക്ക് ഇങ്ങനെ നടന്നോളാം, സംഭവം റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ പുള്ളി ഇതുവരെ എന്നെ കൈവിടുകയോ ഇപ്പം വേറെ ആർക്കാണെങ്കിലും വേറെ അത്രയും ഒരു സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, അത് നമുക്കില്ല, നമുക്ക് വിടാതെ ഒന്നും ആവുന്നില്ല, ഇത്ര നാളായിട്ടാണ് വിട്ടേക്കെന്ന് പറയാം. പക്ഷെ പുള്ളി ഇതുവരെ നമ്മളെ കൈവിടുകയോ ഒന്നും ചെയ്യില്ല, പുള്ളി ഇങ്ങനെ കൂടെ തന്നെ. നമ്മൾക്ക് എന്നും എപ്പോഴും നമുക്ക് ഏത് സമയത്ത് അവിടെ പോകാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു സാറെന്നെ ഒരിക്കൽ പറഞ്ഞൊരു വേണ്ടി, ഏത് സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന്. ആ ഒരു ബന്ധം നമുക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം ചേട്ടാ ആ സിനിമ. ഞാനും അവളും എല്ലാം വെയിറ്റിംഗ്. അത് നല്ലൊരു പടമായിരിക്കും. അത് സംഭവിക്കേണ്ട ഒരു സിനിമ ആക്ച്വലി, ഓൺലി ബിക്കോസ് ഓഫ് നന്ദു എന്നല്ല, റൈറ്റർ സമീനയ്ക്കയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ലൈഫ് ടൈം എന്താ പറയാ ഡ്രീമാണ് ആ പടം എന്ന് പറയുന്നത്. എന്തായാലും നടക്കും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആ കഥ അറിയാത്ത ആരുമുണ്ടെന്ന് എനിക്ക് ഒരു മനുഷ്യൻ പോലും നമ്മളെടുത്ത് മോശം ലൈക്ക് ഇപ്പം നിന്റെ ഒരു കാര്യം നീ ചെയ്യണ ഒരു വർക്ക് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പാർവ എനിക്കത് ഇഷ്ടമായില്ല എന്ന് പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. അങ്ങനെ ഫ്രീഡം ഉള്ളവർ പോലും ഭയങ്കര രസമാണ്, നീ പടം നീ കൈയൊടിയരുത് എന്ന് പറഞ്ഞു വെച്ചൊരു സ്ക്രിപ്റ്റ്. അതാ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആ ഒരു സ്ക്രിപ്റ്റിൽ. ഞങ്ങളുടെ പ്രേമത്തോടൊപ്പം വളർന്ന ഒരു സ്ക്രിപ്റ്റ്. പ്രേമത്തിന്റെ പ്രായമുണ്ട് ആ സ്ക്രിപ്റ്റ്. നമ്മുടെ 7 വർഷം റണ്ണിങ് ആവുന്നു, പടം 6 വർഷം. ഇത് ശരിയായില്ലേ? ഇത് 6 വർഷം എടുത്ത് 7 വർഷം എടുത്തില്ല, അതുപോലെ അതും 6 വർഷം എടുത്തു. ആവട്ടെ, എന്തായാലും ആവൂലേ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശരിയാവുന്ന ജോലിസ്യം പറഞ്ഞേ. ഇനി എല്ലാം ശരിയാവുന്ന തോന്നുന്നു. രാജയോഗമാണ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ, കാരണം എല്ലാം വന്നു കഴിഞ്ഞത് എന്റെ തലയിലാവും. അല്ല ശരിക്കും മറ്റേത് ഇഷ്ടപ്പെട്ടു. ചേച്ചി നോക്കുന്ന ചേട്ടാ ഓപ്പായിട്ട് പറഞ്ഞു. അത് നന്ദു എല്ലാവരും നന്ദു ഒരു പോയിന്റിൽ എനിക്ക് ഒരു ദിവസം പിന്നെ ഇവിടെ പോകാനില്ല, അത് എനിക്ക് ഭയങ്കര പ്രൗഡാ പറയുമ്പോ. എനിക്ക് മലപ്പുറത്തല്ലേടാ ഇനാഗ്രേഷന് പോവാം. ഇനാഗ്രേഷന് പോകുമ്പോൾ ഞാൻ മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് എനിക്ക് വണ്ടിയില്ല. അങ്ങനെ അമലാണ് സ്ഥിരമായിട്ട് എൻ്റെ കൂടെ വരിക. അങ്ങനെ അന്ന് നന്ദു പെട്ടെന്ന് എന്തോ ഒരു ഡിലേ വന്നപ്പോൾ നന്ദു പാനിക് ആവണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് എറണാകുളത്ത് നന്ദുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടെ ഇവിടെ പോയി, മലപ്പുറത്ത് പോയിട്ട് ഭയങ്കര ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് അത്ര ദൂരം, ഞാൻ സ്റ്റേജിലല്ലേ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ എന്നെ ബോഡി ഗാർഡ്സ് സ്റ്റേജിൽ കയറ്റിയപ്പോൾ അമൽ എൻ്റെ കൂടെ തന്നെയുണ്ട്. നന്ദു മാസ്ക് ഇട്ടിട്ടുണ്ട്, അത് ബാക്കിൽ നിന്നിട്ടുണ്ട്. പിന്നെ എൻഗേജ്മെന്റിന് മുന്നേ അല്ല കൊറോണ കഴിഞ്ഞ സമയത്ത്, ആ സമയത്താണ്. പിന്നെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അപ്പോൾ റിലേഷൻ മാത്രമാണ്. നന്ദു അവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാം, നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള ആളെ നമുക്ക് കാണാൻ പറ്റും. അത് നന്ദുവാണ് നിൽക്കുന്നത്. മലപ്പുറം സൈഡ് ഇനാഗ്രേഷനൊക്കെ പോകുമ്പോൾ ഒരു സൈഡ് ചായ കൊടുക്കും അവർ. അളിയൻ ഇതൊക്കെ കുടിച്ച് മാസ്ക് മാറ്റി ഇതൊക്കെ കുടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കാണാം, ഞാൻ സംസാരിക്കുമ്പോഴേ ഞാൻ നന്ദുവിനെ മാത്രം നോക്കുന്നത്, വേറെ ആരും നോക്കണില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു അപ്പാപ്പം വന്നു, അത് നീ പറ. അപ്പം വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡ്രൈവർ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ഞാനാണല്ലോ ഡ്രൈവർ, പുള്ളിക്ക് അറിയത്തില്ലല്ലോ നന്ദു വണ്ടി ഓടിച്ചേ. ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, പുള്ളി കുറച്ചു നേരം കറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ പൈസയൊക്കെ തരുന്നുണ്ടോ? കുഴപ്പമില്ല, ചോദിച്ച് വാങ്ങിക്കണം, ഇവറ്റകളെല്ലാം അങ്ങനെയാണ്, ആവശ്യം കഴിഞ്ഞാൽ കളയും, അതുകൊണ്ട് ചോദിച്ചു മേടിക്കണം. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ചോദിച്ചു മേടിക്കാം. അങ്ങനെ തിരിച്ചിറങ്ങി വന്നു, ഇവിടെ വണ്ടി കയറ്റി ഞാൻ വണ്ടി വളക്കി കേട്ടോ. അപ്പോഴും അപ്പം അവിടെ ഒരു പോസ്റ്റിൻ്റെ അവിടെ ഇപ്പുണ്ട്. അപ്പോൾ പറയാം പറഞ്ഞ മറക്കരുത്, ചോദിച്ചു. പിന്നെ ഞാൻ ശീലമാക്കി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തവണ അങ്ങനെ ഞാൻ അവളോട് ഇതിന് പോകാൻ തുടങ്ങി, ഏതാ ഇനോഗ്രേഷൻ പോയാൽ പിന്നെ ഞാൻ എല്ലാ ദിവസം പോകാൻ തുടങ്ങി. നല്ല രസം. ഇവിടെ അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ കാണുമ്പോൾ ബാക്കിൽ നോക്കി കാണാൻ ഭയങ്കര രസം, മനസ്സിലായില്ലേ? ഞാൻ അവളോട് ചോദിച്ചു നോക്കി, എപ്പോഴും പോകും, ഞാനും പോകും, അമലും പോകും. ഞങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് റൂം വേറെയാ, ഞങ്ങൾക്ക് അവിടുത്തെ ചെറിയ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, ഇവൾക്ക് മറ്റിടത്തായിരിക്കുമല്ലോ. ഞങ്ങൾ അവിടെ പോയി കിടക്കും, ഞാൻ അവളും കൂടെ ഫുൾ ചില്ലിങ് കൊണ്ട് ഇവിടെ കാണാൻ ചെയ്യാൻ ഭയങ്കര രസം. നമ്മൾ സ്ഥിരമാക്കിയത് ഈയിടെയായിട്ട് പിന്നെ കുറഞ്ഞു വീണ്ടും. ആ ടൈമിൽ ഭയങ്കരമായിട്ട് എനിക്കത് ഒരു സീറോ മെയിൽ ഈഗോ ഇല്ലേ, അത് കിട്ടാൻ ഭയങ്കര ഇനോഗ്രേഷൻ വരുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഏതാ ഒരു ട്രിപ്പായി ഇതേപോലെ ഈ കാഴ്ച കാണാൻ ഭയങ്കര രസമല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ അത്രയും ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാണുമ്പോൾ ഉള്ളൊരു രസമല്ലേ? ഞങ്ങൾക്ക് പിന്നെ സമയമുണ്ട്. അങ്ങനെ ഇവരുടെ ട്രിപ്പായിരുന്നു അത്. കാരണം ഞാൻ ഇനാഗ്രേഷൻ പോകുമ്പോൾ പാലക്കാടൊക്കെ പോയിട്ട് ഒരു ദിവസം എനിക്ക് ഷൂട്ടാ ഇതേപോലെ അമല വന്നു, നന്ദുവും വന്നു. ഏതാ നമ്മൾ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലം ഉണ്ടല്ലോ പാലക്കാട്, ഏതാ ചേട്ടാ, ഭയങ്കര ഗ്രാമീണ, ലോകത്ത് തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കൊല്ലങ്കോട്. അപ്പൊ ഇതേപോലെ എനിക്കൊരു സ്റ്റാർ ഹോട്ടലാ, ഇവർ രണ്ടുപേരും കൂടെ ഒരു പഴയ ഇവനെ ലോഡ്ജ് അങ്ങനെ വേണം പറയാൻ, അമലും നന്ദുവും കൂടെ
ഇവര് മറ്റേ അവിടെ തമിഴ് പടങ്ങളും ഈ പടങ്ങളും ഓടും. ഞാൻ ഷൂട്ടില്ല 2-3 ദിവസമായിട്ട്. ഇവര് പടമൊക്കെ കണ്ട് കള്ള് ഷാപ്പിൽ പോയി 2 കള്ളൊക്കെ കുടിച്ച് പഴയ തിയേറ്ററിൽ മറ്റേ ടിക്കറ്റ് വെക്കുന്ന തിയേറ്ററിൽ പടമൊക്കെ കണ്ട് ഇവരാണ് എൻജോയ് ചെയ്തത്. അങ്ങനെയൊക്കെ എന്റെ കൂടെ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ആൾക്കാർ അറിയാൻ തുടങ്ങി. അപ്പൊ നന്ദുന് ആ ഒരു പോലെ നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ പുറകെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നന്ദു നിർത്തിയ പരിപാടിയാണത്. അങ്ങനെ നമ്മൾ ഒരുപാട് സർവേ ചെയ്തല്ലടാ. എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഈ മെയിൽ ഈഗോ ഇല്ലാത്തത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അങ്ങനെ തന്നെ. അയ്യോ നന്ദു അതിൽ ഭയങ്കര ഓക്കെയാ. നമുക്കിങ്ങനെ ഈശ്വര ഫീൽ ചെയ്തോന്നൊക്കെ ചിന്തിക്കില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള അവസരം പോലും ഇല്ല. നന്ദു ഹാൻഡിൽ ചെയ്തോ, നന്ദു അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ എത്ര വളരുന്നോ അത്ര നന്ദു ഇങ്ങനെ നോക്കിക്കാണാൻ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രൗഡ് കണ്ടിട്ടുണ്ട് കണ്ണിൽ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ചിലവർ ഇനിയിപ്പോൾ നാളെ പറയുമായിരിക്കും പെണ്ണുമ്പിള്ളയുടെ ചിലവല്ലേ ജീവിക്കുന്നത്. അതെ, അതിനെന്താ എന്റെ പെണ്ണുമ്പിള്ളല്ലേ കണ്ടവന്റെ അല്ലല്ലോ, എന്റെ ഭാര്യയുടെ ചിലവ് ജീവിക്കുന്നതിൽ എനിക്കെന്താ അല്ലേ? അതിലെന്താ എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ ചിലവിലല്ലേ ജീവിച്ച നമ്മള്, അതിലെന്തെങ്കിലും നാണക്കടുണ്ടോ? ഉള്ള ചിലവിൽ എനിക്ക് വേറെ വഴിയില്ല അല്ലേ? അപ്പോൾ ഞാനൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആവും. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ചിലവ് ജീവിക്കുന്നതിൽ എനിക്കെന്താ തെറ്റ്? കറക്റ്റല്ലേ? സൂപ്പർ. പിന്നെ അതുപോലെ തന്നെ രാഹുലേട്ടൻ ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഭയങ്കര വൈറലായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഡോക്ടർ അനിതാമണി. അതെ, അത് ഭയങ്കര രസമാണ്. അതൊരു സെക്ഷൽ വെൽനസ് ഇന്റർവ്യൂ ആണ്, കണ്ടവർക്കറിയാം. സെക്സിനെ പറ്റിയും സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇവരുടെ പുതിയ സ്റ്റാർട്ടപ്പ് അതാ ഞാൻ പറയാം. ഞങ്ങളുടെ ഇൻഡിക്യൂർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി US സിറ്റിസൺ ആണ്. പുള്ളി ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ് ഈ ഇൻഡിക്യൂർ. സെക്ഷൽ വെൽനെസ് നമുക്ക് ഓൺലൈനിലൂടെ ഇപ്പം സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലംസും നമുക്ക് ഡോക്ടറിനോട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈലുള്ള ഡോക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ അനിതാമാനിനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഈ സെക്ഷലി ഉള്ള പ്രോബ്ലംസ് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട്, ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് സെക്സിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും മടിയായിരിക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. പക്ഷെ അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇൻഡിക്യൂർ വഴി. നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നത് ഞാനാണ്. ഞാൻ 1 ഓഫ് ദ ഡയറക്ടറാണ്. അതിൽ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂ. അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എഡ്യൂക്കേഷൻ നൽകുന്ന, സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് പോലും എൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ വളരെ രസകരമായിട്ടുള്ള അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കേരളത്തിലെ സെക്ഷൽ ദാരിദ്ര്യം എത്രയാണെന്നുള്ളതൊക്കെ അതിൽ നിന്ന് മനസ്സിലാകും. പക്ഷേ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 50+ കൺസൾട്ടേഷൻസ് ഉണ്ട് ഒരു ദിവസം, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും പ്രശ്നമുള്ളവരിവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയൊരു ഓപ്പണിംഗ് ആയത്. അപ്പോൾ അതാണ് ഇന്ത്യക്ക് ആ ഇന്റർവ്യൂ. കുറച്ച് നാൾ കൂടെ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇതുവരെ ആൾക്കാർക്ക് ഓപ്പണായിട്ട് സംസാരിക്കേണ്ട മടിയുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അതെ, നമുക്ക് ഭക്ഷണം പോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളത് ഒരുപാട് കുടുംബങ്ങളുടെ അടിത്തറയുടെ വിഷയമാണ്. ബേസ് ആണല്ലോ ഈ സെക്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൺസൾട്ടേഷൻസ് വരുന്നത്. അതിൽ നിന്ന് എല്ലാവർക്കും എത്ര കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ടാവും. അതല്ലേ, അതാണ് ഇൻഡിക്യൂറിന്റെ. അല്ല, ഇപ്പൊ ഇങ്ങനെ വരുന്നവരെന്താ പറയുന്നത്, പ്രോപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ. ഉറപ്പായിട്ടും അതുകൊണ്ടല്ലേ ഇത്രയും എന്താ പറയാ ഒരു റിസൾട്ട് വന്നത്. അതിന് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ട് എന്തോ ആയിട്ടേ ഉള്ളൂ. ഒരു പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല. ആ ഇന്റർവ്യൂ ആയിരുന്നു ഞങ്ങൾ ചെയ്തതാണ്. അത് പക്ഷേ ആണെങ്കിൽ ഭയങ്കര റീച്ച് ആയി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ ഇടയിൽ ഇതേപോലെ കമന്റ്സ് പറയുന്നവരുണ്ട്, ഡോക്ടർ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അത് കണ്ടിട്ട് നന്ദുവിന്റെ പേഴ്സണൽ മെസ്സേജ് ഒരുപാട് പേഴ്സണൽ മെസ്സേജ്, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യണം. കാരണം ആൾക്കാർക്ക് അറിയില്ല, നമ്മൾ അതൊന്ന് ലോഞ്ച് ചെയ്യുന്ന സമയമാണ്. അതൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ നമ്മൾ ചെയ്ത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത്. അങ്ങനെയാണ്. അല്ല, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ചേട്ടൻ നന്നായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂവിൽ ചേട്ടൻ നന്നായിട്ട് ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് ഞാൻ ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല ആദ്യം. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. അതെ, അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാൽ തോന്നി. എനിക്ക് കഴിവുകൾ കാണിക്കാനുള്ള സമയം. അങ്ങനെ ഭയങ്കര ഗെയിമല്ല, ഈ കുറച്ച് കഥകളൊക്കെ അറിയാനുണ്ട്. ഓക്കേ, ചോദിക്കട്ടെ. ഞാൻ ആദ്യം കണ്ട മൊമെന്റ് ആർക്കാണോ പറയാം? നന്ദുവിന്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചേ, ഞാൻ പറഞ്ഞ ഡേറ്റ്. ഒരു ചായ കൂടെ തരും. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് അമലില്ലായിരുന്നു ചേട്ടാ പറ. അതൊരു അതേതാണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എപ്പോഴാ ഇറങ്ങി? അല്ലല്ല, അത് അടുത്ത വർഷം നമ്മള്
അപ്പോൾ നമ്മൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ ലൂസിഫറും കണ്ടിട്ടുണ്ട്. ഞാനില്ലാട്ടോ, ഞാനൊരു ചോദ്യം ചോദിച്ചു. 2017 18 ഇവിടെ 18 ഫെബ്രുവരി 2-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മാരിയറ്റ് ഹോട്ടലില്. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ. അന്ന് പടത്തിന്റെ പ്രൊമോഷൻ ആയിരുന്നു ഇവന്. ആ ഡേറ്റ് മാത്രം എനിക്ക് വല്ലപ്പോഴൊക്കെ മിസ്സായി പോകും. ബാക്കിയൊക്കെ ഞാൻ ജയിച്ചേ. സൂപ്പർ. ഇത്രയൊക്കെ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഓർമ്മയില്ലെന്ന് ആൾക്കാർ പറയട്ടോ. ഡയലോഗ് അത് പ്രശ്നമില്ല, കുറെ പേർക്ക് ഡേറ്റ് പ്രശ്നമുള്ളത്, അത് വലിയ കാര്യം. ഇത് എല്ലാ വർഷവും ഞാൻ സർപ്രൈസ് കൊടുക്കും. 2018 ഫെബ്രുവരി 2. ചേട്ടൻ മറന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ മെസ്സേജ് ഇട്ടത് ഞാൻ 2018 എനിക്കറിയാം. അതായത് മനസ്സിലായില്ലേ, വെള്ളപ്പൊക്കം വരുന്ന സമയം നമുക്കൊരു ക്ലൂ തന്നതാ ദൈവം. വെള്ളപ്പൊക്കം ഉണ്ട്. ഓക്കെ. രാഹുലേട്ടൻ തന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. ഓ, അത് തന്നില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടെന്ന് ഞാൻ ഒരു മിനിറ്റ്, ആരെ ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതായത് സംസാരിച്ചു, കണ്ടു, ഇഷ്ടമൊന്നും പറഞ്ഞിട്ട് ഇവൻ ഇഷ്ടം പറഞ്ഞു, ഞാൻ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ കണ്ടു, ഞാൻ കാണുന്ന ഇവന്റെ പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടന്നിരിക്കുന്ന സമയം. എന്നിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഞാൻ കാണുമ്പോഴേ ഇവനെ അധികം സംസാരിക്കത്തില്ല. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ഇപ്പൊ കണ്ട മറ്റേ എക്സ്ട്രോവേർട്ട് നന്ദു, മറ്റേ മറ്റേ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെ അതെനിക്ക് ഇഷ്ടമില്ല. എന്നിട്ട് ഇവൻ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അപ്പൊ ഇവൻ അസ്കറിക്കല്ലേ നമ്മുടെ ആസിഫ് ഖാന്റെ അനിയൻ, അസ്കറിക്കൊക്കെ മറ്റേ ഫോണിൽ വിളിച്ചു, കേടാ എന്താ ഇവരൊക്കെ ഒരുക്കി വിട്ടതാ. ഫോണാണെങ്കിൽ ബ്ലൂടൂത്ത് ഇവർക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, ചേട്ടാ എനിക്കിത് വർക്ക്ഔട്ട് ആവില്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതല്ല നിങ്ങള്. അപ്പൊ ഒരാൾ എന്ത് ചെയ്യണം, ഇറ്റ്സ് ഓക്കെ, നീ ടൈം എടുക്കുക, ചിന്തിക്കണ്ടേ എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് തരൂല. ഇവൻ എന്താ ചെയ്തെന്ന് അറിയാം, ഗിഫ്റ്റ് കാലുകൊണ്ട് തട്ടി അകത്തേക്ക് ഇട്ട് എന്നാ നെക്സ്റ്റ് അടുത്താ കൊടുക്കാം, സമയാവട്ടെ. ദുബായിൽ നിന്ന് എവിടെ നിന്നോ കൊണ്ടുവരും. സാറില്ല, എന്നെക്കൊണ്ട് ഞാൻ ഒരുപാട് പെർഫ്യൂംസ് മേടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെറ്റ് ആയിട്ട് കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ് ഏതാ? ഒരു ബൊമ്മ. എല്ലാ കാമുകന്മാരും തരുന്ന ചേച്ചി എന്താ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഗിഫ്റ്റ്. അത് വയനാടിൽ നിന്ന് പിടിച്ചോണ്ടതാ. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ഇവിടെ നിന്നല്ല, വയനാട്ടിൽ അവിടെ എന്തിനു പോയതായിരുന്നു? ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ആദ്യം അന്ന് കണ്ടു, ഫൈൻ. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവൻ റിലേഷൻഷിപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ തുടക്കത്തിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും മുന്നേ ഞാൻ കൊണ്ട് കൊടുത്തതാ. ഞാൻ നോക്കൂ, നല്ല അപ്പം നടി റൊമാൻറ്റിക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ, അവൻ പറത്തി വിട്ടു കാറ്റില്. എവിടെയോ മെട്രോയിൽ കിടപ്പുണ്ടോ. ആദ്യത്തെ അടി. അല്ല, ഞാനൊരു കാര്യം വിട്ടെ, അന്ന് തന്നെ അടിച്ചിട്ടാ പിരിഞ്ഞത്. കണ്ടാ എനിക്ക് ഇഷ്ടമായില്ല നിന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങി, ഇവന്റെ വണ്ടിയിലാണല്ലോ ഇറങ്ങി. അപ്പൊ എന്റെ ഞാൻ ഹോസ്റ്റലില്ല, അവിടെയാ നിക്കണത്. ഇരുട്ടായതുകൊണ്ട് പോവാൻ പേടി, അഭിമാനം സംഭവിക്കണില്ല. ഇല്ല, എന്നിട്ട് ഞാൻ പറഞ്ഞേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ നന്ദു വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഒന്ന് നിൽക്കും, എനിക്ക് ഇരുട്ട് പേടിയാന്ന്. എന്നിട്ട് ജീവനം കൊണ്ട് മറ്റേ പാവാടയും ഞാൻ നോക്കുമ്പോ കാണുന്ന ഈ പെണ്ണുമ്പിള്ള ഒരു ഇരുണ്ട വഴി കൂടെ ഓടിപ്പോയി മതിലെടുത്തങ്ങ് ചാടുന്നു. അല്ല, ഇവൻ നിന്നില്ലെങ്കിൽ എനിക്ക് പേടിയാ. അപ്പൊ മതിലെടുത്ത് ചാടി വീണാലും സാരില്ലല്ലോ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ എന്റെ കൈ ഒടിഞ്ഞു ബൈക്കിൽ നിന്ന് വീണിട്ട്. എന്റെ ഫ്രണ്ടിനോട് നടന്ന സംഭവം. ഞങ്ങൾ ഫസ്റ്റ് എൻഗേജ്മെന്റ് ടൈമിൽ ഓടിപ്പോയി ഒരു മതിലെടുത്തങ്ങ് ചാടുക. പിന്നെ പറഞ്ഞ പേടിച്ചിട്ടാണ്. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ? ഞാൻ എന്തായാലും കാണത്തില്ല എന്ന് പറഞ്ഞു പ്രാന്താന്ന് പറഞ്ഞു വിരിഞ്ഞതാ. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ കൈ ഒടിഞ്ഞു പോയി. അപ്പൊ പിന്നെ വലത് ചെയ്യാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് പോവും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നന്ദുവിന്റെ പടത്തിന്റെ ഇത് കിടക്കുക, ചലച്ചിത്രത്തില് എന്താ എഡിറ്റിംഗ് ഒക്കെ നടക്കുക, സൗണ്ട് മിക്സിംഗ് ഒക്കെ. നന്ദു രാവിലെ ഇതേപോലെ ഞാൻ അവിടെയല്ലേ, എന്നും കൂട്ടിയിട്ട് പോവും. ഞാനൊരു മറ്റേ പാൻറ്റും ടോപ്പും ഇട്ടിട്ട് അവിടെ പോയിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം വാരിത്തരും, അവിടെ ഇരുത്തും. ഞാൻ നോക്കുമ്പോൾ കുറേ സിനിമയുടെ പരിപാടികൾ, ചലച്ചിത്ര സ്റ്റുഡിയോയിൽ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കും, ഭക്ഷണം വാരിത്തരും, ചായ കുടിപ്പിക്കും. മിണ്ടാട്ടൊന്നുമില്ല അധികം. രാത്രി നന്ദു ഇറങ്ങി
രാത്രി 1 മണിയാകുമ്പോ നന്ദു പറയുമ്പോ കൂടെ മറ്റേ കയറ്റി വിട്ട് ഹോസ്റ്റലിലാക്കും. എപ്പോഴും വാരി കൊടുക്കുമോ ചേട്ടാ? ഇപ്പോഴും വാരി തരും. അങ്ങനെ സെറ്റായി. നെയിൽ ആർട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരച്ചിട്ട് എനിക്ക് പറ്റില്ല. അടുത്തത് ഫസ്റ്റ് കുക്ക് ചെയ്ത ഫുഡ് ചോറ്, മോര് കറി, എന്താ നന്ദു അമ്മീന്റെ പേര്? കേര ഫ്രൈ, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, ചോറ്, മോര് കറി, കേര ഫ്രൈ. ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് നന്ദു ഫ്ലാറ്റിലായിരുന്നു, ഇവര് ബോയ്സ് ഒക്കെ കൂടെ ഉണ്ടാക്കി എനിക്ക് ചോറ്റുപാത്രത്തിൽ അടിച്ചു. അത് ഹോസ്റ്റലിൽ നിൽക്കണ സമയത്ത് സ്വർഗം. ഞാൻ വല്ലപ്പോഴൊക്കെ എറണാകുളത്ത് വരത്തുള്ളൂ, അപ്പൊ തരണതാ. തിരിച്ചൊന്നും നന്നുണ്ടാവില്ലേ? അങ്ങനത്തെ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. അല്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് പിരിയുന്ന ഫ്രീ ആയിട്ട് കിട്ടും. ചായ മേടിച്ചു കഴിഞ്ഞാൽ വട കിട്ടൂല. അത് മതി. ഫോണിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ആ, ഇഷ്ടം പോലെ. ഞാൻ പിന്നെ നന്ദു ഹലോ ഹലോ ഹലോ, അപ്പൊ നന്ദു സീൻ ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ബ്ലോക്ക്ഡ്. അപ്പൊ നന്ദു വിളിക്കും, വാവി ഞാൻ അങ്ങനെയല്ല ചെയ്ത്, അൺബ്ലോക്ക്ഡ്. എന്നോട് കെഞ്ചണം. ചേട്ടൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? നന്ദു ബ്ലോക്ക് ചെയ്യാറില്ല. നന്ദു ഒരിക്കൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചു. എന്നോട് കളി ഗൂഗിൾ പേയില് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് പൈസ ഇവിടെയും വന്നോ ശല്യം. എന്റെ അൺബ്ലോക്ക് ചെയ്തു. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? നന്ദു. പണ്ട് ഞാനായിരുന്നു, ഇപ്പൊ നന്ദു. ആണോ? പണ്ട് ചേട്ടൻ കലിപ്പനായിരുന്നു. എനിക്ക് അങ്ങനെ ആലോചിക്കാനേ പറ്റണില്ല. ഇപ്പൊ കോമഡി നന്ദു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ കണ്ടില്ലേ, പെണ്ണ് വിചാരിച്ച എന്ത് നടക്കും. അപ്പൊ നീങ്ങളാണ് നേരത്തെ പറഞ്ഞ ഞാൻ കാരണം നിലവാരമില്ല, പിന്നെ എന്താണ് നിലവാരമില്ല, പറഞ്ഞ വാക്കിൽ വ്യവസ്ഥയില്ല, അന്തസ്സില്ല, അഭിജാത്യമില്ല. എന്താ കല്യാണം കഴിഞ്ഞ പോകാൻ ഇഷ്ടമുള്ള പ്ലേസ്? സ്വിറ്റ്സർലാൻഡ്. എന്റെ ഫേവറേറ്റ് സ്വിറ്റ്സർലാൻഡ്. ഞങ്ങൾക്കത് സെറ്റ് ആയിട്ടില്ല. അങ്ങനെ കുറെ കൂടെ സ്ഥലങ്ങളുണ്ട്. ഇന്റർനാഷണൽ രാജ്യമായ ബോംബെ, തട്ടേക്കാട്, തിരൂര്, കണ്ണൂര്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ കണ്ണൂർ, ഇപ്പൊ ട്രിവാൻഡ്രം, കൊച്ചി, കാസർഗോഡായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളം ഞങ്ങളുടെ കയ്യിലാ. കാസർഗോഡ്, ട്രിവാൻഡ്രം അങ്ങനെ. രാഹുലേന്റെ അമ്മയെ ചേച്ചി ഫസ്റ്റ് കണ്ടത്? പപ്പാമ്മേനെ ഞാന് ഇതിടാൻ പോയപ്പം പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വീട്ടില് കളിപ്പാട്ട് കിട്ടിയ പോലെ ഇത്രേ ഉള്ളൂ സൈസ്. പിന്നെ അടങ്ങിയിരിക്കൂല. അടങ്ങിയിരിക്കലെന്ന് പറഞ്ഞാൽ ചെല്ലോ നല്ലോ ഇതന്നെ. സാധാരണ അമ്മമാരില്ലേ, അതൊന്നുമില്ല. ഒരു വടിയുണ്ട്, മറ്റേ OCD പ്രശ്നമുള്ളതുകൊണ്ട് എടുത്തെടുത്ത് തേക്കാൻ എന്നെ തല്ലാൻ വേണ്ടിട്ട്. ദേഷ്യം വരുന്ന കഴിഞ്ഞാൽ ഞാൻ പപ്പയെന്ന് വിളിക്കും. ഒരു ബൈബിൾ അതായിരുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. നമ്മൾ വന്നു, കുറെ നേരം സംസാരിച്ചു, ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ചായ കുടിച്ചതാ, കുറെ നേരം വർത്താനം പറഞ്ഞു. നമ്മുടെ ഓണം സത്യം കടുപ്പം കൂടുതൽ, പഞ്ചസാരയില്ല. ചായ ഇട്ടവൻ എനിക്ക് വന്ന് കാണണം. കുഞ്ഞുകുട്ടൻ നമ്പര്. കുഞ്ഞുകുട്ടനല്ല, കുഞ്ഞുകുട്ടനെ പോലെ ഇരിക്കുന്ന ഓക്കെ, അപ്പൊ നിങ്ങള് ഹാപ്പി അല്ലേ? എന്റെ കൂടെ അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് വരുന്ന ഓണം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ അറിയാം. നീയാണ് തുടക്കം. നിന്റെ കൂടെ ഓണം ഒന്നിച്ചുള്ള ഓണം ഇവിടെ. എനിക്ക് ഒരുപാട് സന്തോഷം. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് രണ്ടുപേരെ. അപ്പൊ ഇനി സന്തോഷമായിട്ട് ജീവിക്കാം. ഫ്ലാറ്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. നന്ദു കുക്ക് ചെയ്ത് തരും. അതാ ഭയങ്കര നന്ദു കുക്ക് ചെയ്ത് തരും. ചേട്ടാ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ. ഞാൻ ഉടനെ തന്നെ ഫ്ലാറ്റിലേക്ക് വരും. രണ്ടുപേരും ഹാപ്പി. ഇത്രയും നടന്നൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കളയാം നമുക്ക്. അതുപോലെ പറത്തി കിട്ടും. അതാ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനിയാണ് നമ്മുടെ ലൈഫ്. ഇനി നമ്മൾ ജീവിച്ച് കാണിക്കണം എല്ലാവരും. അപ്പൊ ലൈഫ് അടിപൊളിയായിട്ട് മലേഷ്യയിലുള്ള ഹണിമൂണൊക്കെ പോയി ഫസ്റ്റ് നൈറ്റ് വിളിച്ചോലെ ഞാൻ വിളിക്കും. മലേഷ്യയിൽ എങ്ങനെ അപ്പൊ അടിപൊളിയായിരിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങളോട് ഇത്രയും സമയം മതി മതി മതി. കുറെ താങ്ക്സ് പാർവതിയോടും പാർവതിയുടെ എല്ലാ സംഘാടകരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അതെ നമ്മുടെ ഓണം ഗംഭീരമായി ഗംഭീരായി. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒക്കെ പറഞ്ഞ കുറച്ച് ഓർമ്മകളാണെന്ന് അറിയാം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ Thank you പറഞ്ഞേക്കാം. ഞങ്ങളാ പറയണ്ട, അടിപൊളിയായിരുന്നു അല്ലേ? അതെ അടിപൊളിയായിരുന്നു. അപ്പൊ എനിവേസ് താങ്ക് യു സോ മച്ച്. എന്റെ ഹാപ്പി ഡ്രീംസിന്റെ ആദ്യത്തെ ഓണം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും രണ്ടുപേർക്കും ഒന്നിച്ച് ഒരുപാട് നല്ല ഓണങ്ങൾ ആഘോഷിക്കാൻ പറ്റട്ടെ. ഹാപ്പി ഫ്രണ്ട്സിന് ഒരുപാട് നന്ദി. ഒരേപോലെ അല്ലേ? വലിയ വലിയ ഓണം. ഫ്രണ്ട്സിന്റെ ഓഡിയൻസിനും പാർവതിയുടെ സ്പെഷ്യൽ ഓഡിയൻസിനും എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ പോയിട്ട് വരട്ടെ. സാറാവട്ടെ, thank you. പോയിട്ട് വരാം. നീ വരുന്നില്ലേ? ശരിയാ, ഞങ്ങള് പോട്ടെ. ഞാനങ്ങനെ പോവാ. മാവേലി, ഞങ്ങളങ്ങനെ പോവാ. അതെ, ചേച്ചിയുടെ ഇനി ചേച്ചിയുടെ സാധിച്ചു ഗംഭീരാന്ന് വിചാരിക്കുന്നു. ഉഷാറായിരിക്കണം. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഓണം ഉണ്ടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, ഒന്നിച്ചുണ്ണാൻ പറ്റട്ടെ. ഒന്നിച്ചുണ്ടാൻ പറ്റട്ടെ. അപ്പൊ ഇനി അടുത്ത ഓണത്തിന് കാണാം. തീർച്ചയായും. തീർച്ചയായിട്ടും. താങ്ക് യു മാവേലി. ബൈ. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു, പൊട്ടിക്കണ്ടേ? ചേച്ചി ബൈ. അച്ഛാ, തിരികെ ഞാൻ വരുമെന്ന് കേറി പോയോ? കേറണ്ടേ? എനിക്ക് കേറാൻ ചടങ്ങ്.